ഹായ് ഇന്ത്യ ഗിൽസ് വ്യൂവേഴ്സ്, ഞാൻ പ്രജ്വൽ. നിങ്ങളെന്നെ കണ്ടിട്ടുണ്ടാകും. ഞാൻ സ്പിരിറ്റിലുണ്ട്, സണ്ണി ആയിട്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ മമ്മൂട്ടി അങ്കിളുടെ കൂടെ വർഷം എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു. ആ ക്യാരക്ടറിൻ്റെ പേര് ആനന്ദ് എന്ന ഒരു 16-year-old 12th പഠിക്കുന്ന ഒരു കുട്ടി. സ്പിരിറ്റിൽ ഒരു ഡെഫ് ആൻഡ് ഡം ചൈൽഡായിരുന്നു. അപ്പോൾ അതിന് എക്സ്ട്രാ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്കമാലിയിലൊരു സ്കൂളിൽ പോയായിരുന്നു, സെൻറ്റ് ക്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും കൂടി എന്നെ കുറച്ച് സൈൻ ലാംഗ്വേജസ് പഠിച്ചു തന്നു. മറ്റേ ഷൂട്ടിൻ്റെ സമയത്ത് ഒരു ട്യൂട്ടർ ഉണ്ടായി. ആ ചേട്ടനും ഈ ഡയലോഗൊക്കെ കിട്ടുമ്പോൾ അത് സൈൻ ലാംഗ്വേജിൽ മാറ്റി തന്നിട്ട് കാണിച്ചു തരായിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ ഭയങ്കര ലക്കിയായിരുന്നു മമ്മൂട്ടി ലാൽ അങ്കിളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിന്. ഇപ്പോൾ ഡബിൾ ടൈം ലക്കിയാണ്, ബിക്കോസ് ഞാൻ മമ്മൂട്ടി അങ്കിളുടെ കൂടെ വർക്ക് ചെയ്തു. മമ്മൂട്ടി അങ്കിളായാലും ലാൽ അങ്കിളായാലും ദർ ബോത്ത് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ്. ഞാൻ ചെറുതാവുമ്പോൾ സ്പിരിറ്റിൻ്റെ ഷൂട്ടിൻ്റെ ഇടക്ക് എൻ്റെ ഫസ്റ്റ് സീൻ തന്നെ ലാൽ അങ്കിളുടെ വയറിന് മേലെ കയറിയിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കയറി, എനിക്കിപ്പായിരുന്നെങ്കിൽ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എയ്ത്തിലായതുകൊണ്ട് ബുദ്ധിയൊന്നും മുളച്ചില്ലല്ലോ. അപ്പോൾ കയറി ഇരുന്നിട്ടും അനങ്ങിയിട്ടും അങ്കിള് ഓക്കെ ഫൈൻ, നീ ചെയ്തു, കുഴപ്പമില്ല. പേടി ചെറുതായിട്ട് മുഖത്ത് കാണുന്നുണ്ടായി, പക്ഷേ അധികം പക്ഷേ അങ്കിള് ഒരുമാതിരി നീ കുഴപ്പമില്ല, നീ പേടിക്കണ്ട, കയറി ഇരുന്നോ എന്നൊക്കെ പറഞ്ഞു. അങ്കിളും ഫൺ ലവിങ് ജോക്സൊക്കെ പറയായിരുന്നു ഇടയ്ക്കൊക്കെ. പക്ഷെ മമ്മൂട്ടി അങ്കിൾ എന്ന് പറഞ്ഞാൽ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഓഫ് സ്ക്രീനായാലും ഓൺ സ്ക്രീനായാലും തമാശ പറഞ്ഞുകൊണ്ടിരിക്കും, കളിയാക്കും, ചിരിയാക്കും, തമാശ പറയും. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓഫ് സ്ക്രീൻ ആയാലും നമ്മൾ പുതിയ ഗ്യാഡ്ജറ്റിനെ പറ്റി സംസാരിക്കും, പുതിയ 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 ഫിലിംസിനെ പറ്റി സംസാരിക്കും. ഓൺ സ്ക്രീൻ ആയാൽ അങ്കിൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നീ ഇങ്ങനെ ഡെലിവർ ചെയ്തോ, ഡയലോഗ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തോ ഡയലോഗൊക്കെ മറന്നു വീട്ടിൽ പറഞ്ഞു തരും. അങ്ങനെയൊക്കെ ആയിരുന്നു ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക്. ഐ വാസ് ലക്കി ടു വർക്ക് വിത്ത് ദ 2 ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് ദ മലയാളം ഇൻഡസ്ട്രി. ഫസ്റ്റ് സ്പിരിറ്റിൽ രഞ്ജിത്ത് അങ്കിളായിരുന്നു. രഞ്ജിത്ത് അങ്കിൾ എന്ന് വെച്ചാൽ രഞ്ജിത്ത് അങ്കിൾ ഉണ്ടാക്കിയ മൂവീസൊക്കെ ഹിറ്റ്, ക്ലാസിക്, ലെജൻഡറി എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഫിലിം ഇൻഡസ്ട്രി എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. സോ എനിക്ക് ഒബ്വിയസ്ലി എന്തായാലും ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ പക്ഷേ ഇറ്റ് വാസ് റിയലി ഈസി. എനിക്ക് പിന്നെ ഞാൻ ഡാൻസർ ആയതുകൊണ്ട് എനിക്ക് പിന്നെ അത്ര ടെൻഷനൊന്നും ഉണ്ടായില്ല ഈ ആക്ഷൻസ് മാത്രം കാണിക്കുന്നതിന്. ഷൂട്ടിംഗ് വാസ് റിയലി ഫൺ, വാസ് റിയലി ഈസി, വാസ് റിയലി കമ്പോസ്ഡ്, കാം. പറയുകയാണെങ്കിൽ ഷൂട്ടിംഗ് ഞാൻ ഇവിടുന്ന് പോയാൽ തിന്നും കളിക്കും തിരിച്ചു വരും, തിന്നും കളിക്കും തിരിച്ചു, അങ്ങനെയൊക്കെ ആയിരുന്നു ഷൂട്ടിംഗ് വർഷത്തിൽ. പക്ഷേ ഇറ്റ് വാസ് റിയലി ഫൺ. മമ്മൂട്ടി അങ്കിളും ആശാൻറ്റിയും സാരി ചേച്ചിയും ഓൾ ദി അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സൊക്കെ കൂടി നമ്മൾ കളിക്കും, ചിരിക്കും, തമാശ പറയും, ആൾക്കാരെ കളിയാക്കും, അങ്ങനെ കുറേ. ഇറ്റ് വാസ് റിയലി ഫൺ. പിന്നെ ഭക്ഷണത്തിലായാലും എല്ലാവരും മത്സരമാണ്, ആരെ കൂടുതൽ തിന്നാന്നൊക്കെ. അപ്പോൾ ഈ ഷൂട്ടിംഗ് അത്ര ടെൻഷനുള്ള പരിപാടിയൊന്നും ആയിരുന്നില്ല. ഫിലിം ഫീൽഡിൽ വരുന്നതിന് മുമ്പ് ഞാൻ ബേസിക്കലി ഒരു ഡാൻസറാണ്. കുറേ പ്രോഗ്രാംസും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അമൃത ടി വിയിലായിരുന്നു. അമൃത ടി വി സൂപ്പർ ഡാൻസർ ജൂനിയർ 2 എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതിൻ്റെ അകത്ത് എൻ്റെ ഫസ്റ്റ് ഫെയിം തുടങ്ങുന്നത്. പിന്നെ ഞാൻ നാഷണൽ ലെവലിൽ ഞാൻ ഇന്ത്യാസ് ഗോട്ട് ടാലൻറ്റിൽ പോയിട്ടുണ്ട്. അവിടെ ഞാനൊരു ജീനായഹ മർണയഹ എന്ന് പറഞ്ഞിട്ട് രാജ് കപൂർ സാറിന് ട്രിബ്യൂട്ടായിട്ട് ചെയ്തതാണ്. അപ്പോൾ രാജ് കപൂർ സാറിനെ റിമെമ്പർ ചെയ്തിട്ട് അങ്കിള് ധർമ്മേന്ദ്രജി കരയാൻ തുടങ്ങി. അതൊക്കെ എൻ്റെ ലൈഫിലെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ടൈംസ് ഓഫ് മൈ ലൈഫ് എന്ന് പറയാം. പിന്നെ ഞാൻ മഴവിൽ മനോരമയിൽ ഡീഫോ ഡാൻസ് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായി, അതിലുണ്ടായി. പിന്നെ കുറേ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഫെയിം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. ബേസിക്കലി ഐ എം എ ഡാൻസർ, സോ ഞാൻ അങ്ങനെ ഒരിക്കലും മാറ്റി പറയില്ല. ഡാൻസ് ഈസ് വൺ ഓഫ് മൈ പാഷൻസ്. എനിക്ക് ഫിലിം ഫീൽഡും ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. വർഷത്തിലെ ക്യാരക്ടറിൻ്റെ പേര് ആനന്ദ് എന്നായിരുന്നു. ഒരു 17-year-old ടീനേജർ ബോയ് ആയിരുന്നു, 12th പഠിക്കുന്ന. രഞ്ജിത്ത് അങ്കിളുടെ മെയിൻ ഡിമാൻഡ് എന്ന് വെച്ചാൽ ചെറിയ പൊടി മീശ ഉണ്ടാവണം, അതായിരുന്നു മെയിൻ. പിന്നെ ഈ വർഷത്തിൽ ഈ ആനന്ദ് എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു നോർമൽ സാധാ കുട്ടിയാണ്. അത്ര അടിപൊളിയൊന്നും അല്ല സ്റ്റഡീസിൽ, ആവറേജ്. പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അധികം എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ് ലൈഫിൽ.
അപ്പോൾ അച്ഛനിങ്ങനെ 12th പാസ്സാകുമെന്ന് വെച്ചാൽ ആ ചിലപ്പോൾ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അപ്പോൾ ഇത് ഈ റോൾ എന്ന് പറഞ്ഞാൽ എഫേർട്ട്ലെസ് ആയിരുന്നു. ബിക്കോസ് ഞാൻ സെയിം പ്രജ്വലും ആനന്ദും ഒക്കെ സെയിം പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ രഞ്ജിത്ത് അങ്കിളിനോട് ചോദിച്ചായിരുന്നു എനി പ്രിപ്പറേഷൻ ടു ബി ഡൺ ബിഫോർ ദ ഷൂട്ട്. സോ അങ്കിൾ പറഞ്ഞു നോ, ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് ബി യുവർ സെൽഫ്. അപ്പോൾ ആനന്ദ് എന്ന് പറഞ്ഞാൽ 90% പ്രജ്വൽ തന്നെ. സണ്ണി ഓർ ആനന്ദ് എന്ന് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ സണ്ണി ആൻഡ് ആനന്ദ് എന്ന് പറയുമായിരിക്കും. ബിക്കോസ് ബോത്ത് ആർ ടോട്ടലി ഡിഫറെൻറ്റ്. സണ്ണി എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു, ഊമയായിരുന്നു. ആനന്ദ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ജസ്റ്റ് മീ, ബേസിക്കലി പ്രജ്വൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അത്ര പ്രിപ്പറേഷൻ ഒന്നും വേണ്ടി വന്നില്ല. പക്ഷേ സണ്ണിക്ക് പ്രിപ്പറേഷൻ വേണ്ടി വന്നു കുറേ. ബിക്കോസ് ഞാൻ 2-3 ദിവസം സെൻറ്റ് ക്ലേഴ്സ് എന്ന് പറഞ്ഞ അങ്കമാലിയിലൊരു സ്കൂളിൽ പോയി പഠിച്ചായിരുന്നു. അപ്പം അതിന് പ്രിപ്പറേഷൻ വേണമായിരുന്നു. പക്ഷേ ആനന്ദ് വാസ് ലൈക്ക് ഐ വാസ് ലിവിങ് മൈ സെൽഫ്. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവാണ്. എസ്പെഷ്യലി അമ്മ ഞാനും അമ്മയും മാത്രമേ എറണാകുളത്ത് നിൽക്കുന്നുള്ളൂ. അച്ഛൻ ദുബായിലാണ്, ചേച്ചി ബാംഗ്ലൂരാണ്. അച്ഛനായാലും അമ്മയായാലും ചേച്ചിയായാലും ഭയങ്കര സപ്പോർട്ടീവാണ് ഫുൾ. പിന്നെ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയും ഞാനും മാത്രം നിൽക്കുന്നതുകൊണ്ട് അമ്മക്ക് എൻ്റെ കൂടെ ഈ മൂവീസിനൊക്കെ ഇറങ്ങി പോരാനും അത്ര അധികം പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. അച്ഛനായാലും ദുബായിൽ നിന്നൊക്കെ എപ്പോഴും വിളിക്കും. ഇങ്ങനെയാണ്, അച്ഛനൊക്കെ ഫുൾ അപ്ഡേറ്റഡാണ് ഇതിൻ്റെ പറ്റി. പിന്നെ ഇനിയും കിട്ടിയാൽ ചെയ്യും, അങ്ങനെ ഒന്നും റെസ്ട്രിക്ഷൻ ഒന്നും തരുന്നില്ല. അമ്മയും അച്ഛനും ചേച്ചിയൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് തന്നെയാണ്. ദ മെയിൻ റീസൺ വൈ ഐ ക്യാൻ ഡു ഓൾ ദീസ്. ഈ ഫിലിം ഫീൽഡിൽ കയറണമെങ്കിൽ സപ്പോർട്ട് ഇസ് ദ മെയിൻ ഫാക്ടർ. സോ ഐ എം വെരി ലക്കി ടു ഹാവ് സച്ച് പേരൻസ്. എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ടിങ് ഈസ് മൈ പാഷൻ. ബട്ട് ദെൻ അതൊന്നും പ്ലാൻഡ് ആയിരുന്നില്ലല്ലോ. സോ നല്ല റോൾസ് കിട്ടിയാൽ ഞാൻ ചെയ്യും. അല്ലാണ്ട് എനിക്ക് വലുതായിട്ട് അംബാനി പോലൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യണം എന്നാണ്. അതിന് ഞാൻ IIM-ലൊന്ന് പഠിക്കും. അങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടേ ഞാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഫിലിം ഫീൽഡിലോട്ട് ചാടുന്നുള്ളൂ. ബിക്കോസ് എനിക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗാണ്. അതുകൊണ്ട് ഒന്ന് ബിസിനസ് സെറ്റപ്പ് ചെയ്തിട്ട് കുറേ പൈസ ഉണ്ടാക്കണം, നല്ല ജീവിതം ലിവ് ചെയ്യണം. പിന്നെ ഇപ്പോൾ എനിക്ക് കുറേ മൂവീസ് നല്ല ഓഫേഴ്സൊക്കെ കിട്ടിയാൽ ഞാൻ എന്തായാലും ചെയ്യും. എൻ്റെ ഫസ്റ്റ് മൂവി സ്പിരിറ്റ് കഴിഞ്ഞ ശേഷം കുറേ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് അതൊരു ഹിറ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ, അതും ഞാൻ ഒരു കഥ പറയാം. ഞാൻ മൂവി ഇറങ്ങി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോയപ്പോൾ ഒരു ആൻറ്റി വന്നിട്ട് അയ്യോ പാവം കുട്ടി സംസാരിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കോ എന്നൊക്കെ ആയിരുന്നു. സോ എല്ലാവരുടെയും വിചാരം ഞാൻ സംസാരിക്കില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഈ മൂവി കൊണ്ട് എനിക്ക് ഭയങ്കര വലിയ ഫെയിം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരുടെയും വിചാരം ഞാൻ സംസാരിക്കില്ല, കേൾക്കില്ല എന്നൊക്കെയാണ്. വർഷത്തിന് പറ്റി പറയുകയാണെങ്കിൽ വർഷം ഒരു നല്ല മൂവിയാണ്. ഒരു ഫുൾ ഫാമിലി ഇരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. ഈ മൂവിയും ഫാമിലിയുടെ പറ്റി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 നല്ല പാട്ടുകളുണ്ട്, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു ക്യാരക്ടറും വെറുതെ വന്ന് പോകുന്ന ഒരു ക്യാരക്ടറൊന്നുമല്ല. പിന്നെ ഈ മൂവി എന്തായാലും കുറച്ച് തമാശയുണ്ട്, കുറച്ച് ചിരി ഉണ്ടാവും, കുറച്ച് കരയാനുണ്ടാവും, കുറച്ച് ഒരു നോർമൽ പോകുന്നൊരു ഫിലിം തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, മൂവി പോയി കാണണം. നല്ല